Properties of matrix addition. First one, commutative law. എന്താണ് commutative law? If A is equal to Aij, B is equal to Bij are matrices of same order, say m by n, then A plus B is equal to B plus A. രണ്ട് മെട്രിക്സ് എയും ബിയും കൂടെ ആഡ് ചെയ്താൽ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. എ പ്ലസ് ബി എന്ന് ചെയ്താലും ബി പ്ലസ് എ എന്ന് ചെയ്താലും ആൻസർ സെയിം. അതിൻ്റെ ജനറൽ ഡെറിവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അസോസിയേറ്റീവ് ലാ. For any three matrices A is equal to Aij, B is equal to Bij, C is equal to Cij of the same order, say m by n, A plus B plus C is equal to A plus B plus C. മൂന്ന് മെട്രിസസ് തന്നിട്ടുണ്ട് സെയിം ഓർഡറിലുള്ള. അത് നമ്മൾ ഏത് ഓർഡറിൽ ചെയ്താലും, അതായത് നോക്കിയേ, എ പ്ലസ് ബി ഫസ്റ്റ് ചെയ്യുന്നു, ആ കിട്ടുന്ന ആൻസർ കൊണ്ട് സിയെ ആഡ് ചെയ്യുന്നു, സി എന്ന മെട്രിക്സിനെ ആഡ് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന മെട്രിക്സും. ഇനി ബി പ്ലസ് സി ഫസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം എയുമായിട്ട് ആഡ് ചെയ്യുന്നു, എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴും കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക? അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ ജനറൽ ഡെറിവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Existence of additive identity. Let A is equal to Aij be an m by n matrix and 0 be an m by n 0 matrix, then A plus 0 is equal to 0 plus A is equal to A. In other words, 0 is the additive identity of matrix addition. അപ്പം നമ്പേഴ്സിൻ്റെ കൂടെ ഒരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും, ഇപ്പോൾ ആ നമ്പർ പ്ലസ് 0 ഓർ 0 പ്ലസ് ദാറ്റ് നമ്പർ, ഇത് രണ്ട് ചെയ്താലും നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ മെട്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ, എ എന്ന മെട്രിക്സും നൾ മെട്രിക്സും. അപ്പോൾ നൾ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് മെട്രിക്സ് അഡിഷൻ. ഇനി the existence of additive inverse. Let A is equal to Aij of order m by n be any matrix, then we have another matrix as minus A or negative A is equal to matrix of minus Aij of order m by n, such that A plus minus A is equal to negative A plus A is equal to 0. അപ്പം എ പ്ലസ് നെഗറ്റീവ് എ ആയാലും നെഗറ്റീവ് എ പ്ലസ് എ ആയാലും ആൻസർ എന്താണ്? 0 തന്നെയാണ്. സോ നെഗറ്റീവ് എ ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ഓർ നെഗറ്റീവ് എ or negative of A. Properties of scalar multiplication of a matrix. If A is equal to Aij and B is equal to Bij be two matrices of the same order, say m by n, and K and L are scalars, then two properties are there. K into A plus B എന്ന് പറഞ്ഞാൽ K into A plus K into B ആണ്. അതേപോലെ K plus L into A എന്ന് പറഞ്ഞാൽ K into A plus L into A. So ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു 804 മൈനസ് 236 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 4 2 മൈനസ് 5 1, then find the matrix X such that 2a plus 3x is equal to 5b. എങ്ങനെയാണ് കാണുന്നത് നോക്കാം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ട മെട്രിക്സ് എക്സ് ആണ്. എക്സിൻ്റെ ഇത് എങ്ങനെയാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് നോക്കൂ. 2a പ്ലസ് 3x ഇസ് ഈക്വൽ ടു 5b എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കണ്ടീഷൻ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എക്സ് എന്ന മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? എക്സ് എന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോർമലി ഇക്വേഷൻ സോൾവ് ചെയ്യൂലേ.
അതുപോലെ ഇതും ചെയ്യണം. 3x ഇസ് ഈക്വൽ ടു എന്ത് വരും? 5b മൈനസ് 2a. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 5b മൈനസ് 2a/3. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 5b. 5 ഇൻറ്റു b മൈനസ് 2 ഇൻറ്റു മെട്രിക്സ് എ. അപ്പം 1/3 ഇൻറ്റു ഇനി 5 ഇൻറ്റു ബി എന്ന മെട്രിക്സ് ചെയ്തേ. അപ്പോൾ ഇങ്ങനെ കിട്ടും. 2 ഇൻറ്റു മെട്രിക്സ് ബി ചെയ്യുമ്പോൾ 5 ഇൻറ്റു മെട്രിക്സ് ബി ഇത്, 2 ഇൻറ്റു മെട്രിക്സ് എ ഇത്. എന്നിട്ട് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതും 1/3 ഇൻറ്റു ദിസ്. ഇനി ആ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് 1/3 ഇൻറ്റു ഇതിൻ്റെ ആൻസർ കൊണ്ട് 1/3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മുടെ റിക്വയർഡ് മെട്രിക്സ് ആയ എക്സ് കിട്ടും. കണ്ടോ? Multiplication of matrices. The product of two matrices A and B is defined if the number of columns of A is equal to the number of rows of B. Let A is equal to Aij, B an m by n matrix, and B is equal to Bjk, B an n by p matrix. Then the product of the matrices A and B is the matrix C of order m by p. നമുക്ക് രണ്ട് മെട്രിക്സസിൻ്റെ പ്രോഡക്റ്റ് കാണണം. സേ എ ആൻഡ് ബി രണ്ട് മെട്രിക്സസ് ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് എ ബി കാണണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണത്? നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Find AB if A is equal to 6923 and B is equal to 260798. ഇവിടെ എ ബി കണ്ടുപിടിക്കണം. എയും ബിയും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. ആണോ? ഇതിൽ അങ്ങനെയാണോ നോക്കാം. എയുടെ നമ്പർ ഓഫ് കോളംസ് 2, ബിയുടെ നമ്പർ ഓഫ് റോസ് 2. സോ അത് ഈക്വൽ ആണ്. അപ്പം നമുക്ക് എ ബി ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. സൊല്യൂഷൻ: ദ മെട്രിക്സ് എ ഹാസ് 2 columns which is equal to the number of rows of B. Hence AB is defined. Now AB is equal to, എങ്ങനെയാണ് എ ബി കാണുന്നത്? ഫസ്റ്റ് എയുടെ ഫസ്റ്റ് റോയിലെ എലിമെൻറ്റ്സ് എടുക്കണം, 6 and 9. ദെൻ അതിനെ ബിയുടെ കോളംസ് ആയിട്ട്, കോളം എലമെൻറ്റ്സുമായിട്ട്, ഓരോ കോളം എലമെൻറ്റ്സുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 6 into 2 plus 9 into 7. 6 into 6 plus 9 into 9. 6 into 0 plus 9 into 8. 2 into next row. 2 into 2 plus 3 into 7. 2 into 6 plus 3 into 9. Then 2 into 0 plus 3 into 8. അങ്ങനെ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് എ ബി കിട്ടും. Zero matrix as the product of two non-zero matrices. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ബി ഇഫ് എ ഇസ് ഈക്വൽ ടു 0 - 1 0 2 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 3 5 0 0. സൊല്യൂഷൻ ചെയ്യുമ്പം എ ഇൻറ്റു ബി ചെയ്യപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 മെട്രിക്സ് ആയിട്ടാണ് കിട്ടുന്നത്. നോർമലി റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു രണ്ട് എ ഇൻറ്റു ബി, അതായത് രണ്ട് റിയൽ നമ്പേഴ്സ് എയും ബിയും, അതിൻ്റെ പ്രോഡക്റ്റ് 0 വന്നെങ്കിൽ അപ്പോൾ ഒന്നുകിൽ എന്തുകൊണ്ടായിരിക്കും 0 വരിക? ഒന്നുകിൽ എ 0 ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ബി 0 ആയതുകൊണ്ടാവാം നമുക്ക് എ ഇൻറ്റു ബി 0 ആയിട്ട് കിട്ടുന്നത്. പക്ഷേ മെട്രിസസിൻ്റെ കേസിൽ ഇത് ട്രൂ ആവണമെന്നില്ല ഈ കണ്ടീഷൻ. അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ രണ്ട് നോൺ സീറോ മെട്രിക്സസിൻ്റെ പ്രോഡക്റ്റായ എ ബി ചെയ്തപ്പോൾ അത് ഒരു 0 മെട്രിക്സ് ആൻസർ കിട്ടി.
അപ്പോൾ ഇത് രണ്ട് നോൺ സീറോ മെട്രിസസ് ആണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലല്ലോ. Thus, if the product of two matrices is a zero matrix, it is not necessary that one of the matrices is a zero matrix. Okay. ഇനി properties of multiplication of matrices. First, associative law. For any three matrices A, B and C, we have AB into C is equal to A into BC. Order എങ്ങനെ വന്നാലും answer equal. Whenever both sides of the equality are defined. Then second, the distributive law. For three matrices A, B and C, A into B plus C. Multiplication over addition ആണ്. B plus C is equal to A into B plus A into C. ഇനി A plus B into C is equal to A into C plus B into C. Whenever both sides of equality are defined. Third one, the existence of multiplicative identity. That is, for every square matrix A, there exists an identity matrix of same order such that I into A is equal to A into I is equal to A. നമ്മൾ നേരത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ നോക്കിയിരുന്നു. ഫൈൻഡ് എ ബി ഇഫ് എ ഇസ് ഈക്വൾ ടു 6923 ആൻഡ് ബി ഇസ് ഈക്വൾ ടു 260798. അപ്പം ഇതിൽ എ ബി കണ്ടുപിടിച്ചു. ഇനി ബി എ, അതായത് എ ബി കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ്? എ ബി ഡിഫൈൻഡ് ആയതുകൊണ്ടാണ്. ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? The matrix A has two columns which is equal to the number of rows of B. Hence AB is defined. ഇനി ഇതിൽ ബി എ ഡിഫൈൻഡ് ആണോ നോക്കാം. ബി ഇൻറ്റു എ, അപ്പം ബി ഫസ്റ്റ് വരും, എ സെക്കൻഡ് വരും. അപ്പം ബി എ ആണെങ്കിലോ ബിയിൽ 3 കോളംസ് ഉണ്ട്. അപ്പം എയിൽ 3 റോസ് വന്നു കഴിഞ്ഞാലേ ബി എ ചെയ്യുമ്പോൾ അത് ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പം നമുക്ക് ഈ റിമാർക്ക് നോക്കാം. ഇഫ് എ ബി ഈസ് ഡിഫൈൻഡ് ദ ബി എ നീഡ് നോട്ട് ബി ഡിഫൈൻഡ്. അപ്പം എ ബി ഡിഫൈൻഡ് ആണെന്ന് വെച്ചിട്ട് ബി എ എന്ന് പറയുന്നത് അതിൻ്റെ അത് ഓർഡർ തിരിച്ചിടുമ്പം ബി ഫസ്റ്റും എ സെക്കൻഡും വന്നാൽ അത് ഡിഫൈൻഡ് ആവണമെന്നില്ല. ഇപ്പം ഈ എക്സാമ്പിളിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. എ ബി ഈസ് ഡിഫൈൻഡ് ബട്ട് ബി എ ഈസ് നോട്ട് ഡിഫൈൻഡ് ബിക്കോസ് ബി ഹാസ് 3 കോളംസ് വൈൽ എ ഹാസ് only 2 rows, not 3. If A, B are respectively M by N and K by L matrices, then both AB and BA are defined if and only if N is equal to K and L is equal to M in particular. L is equal to M. In particular, both A and B are square matrices of the same order. Then both AB and BA are defined. അപ്പം എന്തായിരിക്കണം ഇതിൻ്റെ, അതായത് റോസും കോളംസും രണ്ടിലും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എ ബി ഇസ് ഈക്വൽ ടു ബി എ എന്ന് പറയാം. അതായത് സെയിം ഓർഡർ ആയിട്ടുള്ള സ്ക്വയർ മെട്രിസസ് ആണെങ്കിൽ എയും ബിയും സെയിം ഓർഡറുള്ള സ്ക്വയർ മെട്രിസസ് ആണെങ്കിൽ നമുക്ക് എ ബി ആൻഡ് ബി എ ആർ ഡിഫൈൻഡ് എന്ന് പറയാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എ ബിയും ബി എയും രണ്ടും ഡിഫൈൻഡ് ആകണമെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ എന്ന്. അപ്പം ഇഫ് എ ബി ആൻഡ് ബി എ ആർ ബോത്ത് ഡിഫൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എ ബി ഇസ് ഈക്വൽ ടു ബി എ. അപ്പോൾ റിയൽ നമ്പേഴ്സിലൊക്കെ ചെയ്യുന്ന പോലെ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ, കമ്മ്യൂട്ടേറ്റിവിറ്റി, അത് മെട്രിസസിൻ്റെ കേസിൽ ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ല. എ ബി, അതായത് ഒരു എ ബി ആൻഡ് ബി എ ആർ ഓഫ് സെയിം ഓർഡർ, ദേ മേ നോട്ട് ബി സെയിം.
എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇഫ് എ ഇസ് ഈക്വൽ ടു 1 0 0 -1 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 0 1 1 0 ദെൻ എ ബി ഇസ് ഈക്വൽ ടു ഇത് പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0 1 -1 0 അത് എ ബി. ബി എന്താണ്? 0 -1 1 0. രണ്ടും സെയിം ആണോ? അല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഇവിടെ ഒരു നോട്ട് ശ്രദ്ധിച്ചോളാം. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ഫോർ എവറി പെയർ ഓഫ് മെട്രിസസ് എ ബി ഫോർ വിച്ച് എ ബി ആൻഡ് ബി എ ആർ ഡിഫൈൻഡ്. എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്. അത് ബട്ട് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അതിപ്പം അങ്ങനെ പറയുന്നത് എല്ലാ പെയർ ഓഫ് മെട്രിസസിലും എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആവണം എന്നില്ല. സം മെട്രിസസിൽ എ ബി ഇസ് ഈക്വൽ ടു ബി എയും ആവാം. അത് എങ്ങനത്തെ ടൈപ്പ് മെട്രിസസിലാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എക്സാമ്പിൾ, ഇഫ് എ ഇസ് ഈക്വൽ ടു 1 0 0 2 ബി ഇസ് ഈക്വൽ ടു 3 0 0 4 ദെൻ എ ബി ഇസ് ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. 3 0 0 8 ആൻസർ കിട്ടുന്നത് സെയിം ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിയേ, ഈ രണ്ട് മെട്രിസസിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും എ ബി ഇസ് ഈക്വൽ ടു ബി എ വന്നത്? ഒബ്സർവ് ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡയഗണൽ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ വിൽ ബി കമ്മ്യൂട്ടേറ്റീവ്. ഇതൊരു ഡയഗണൽ മെട്രിക്സ്, ഇതും ഒരു ഡയഗണൽ മെട്രിക്സ്. കണ്ടോ? ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 വന്നിരിക്കുന്നു. കണ്ടോ? അതുകൊണ്ട് രണ്ട് ഡയഗണൽ മെട്രിക്സ് ആണ്, രണ്ടിൻ്റെ ഓർഡർ സെയിം ആണ്. അങ്ങനെയുള്ള രണ്ട് ഡയഗണൽ മെട്രിസസിൻ്റെ ഓഫ് സെയിം ഓർഡർ ആയിട്ടുള്ള രണ്ട് ഡയഗണൽ മെട്രിസസിൻ്റെ പ്രോഡക്റ്റ് എ ബി എടുത്താലും ബി എ എടുത്താലും സെയിം മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടും. ആൻസർ സെയിം ആൻസർ തന്നെ കിട്ടും. സോ എ ബി ഇസ് ഈക്വൽ ടു ബി എ. മെട്രിസസ് പാർട്ട് 4, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. നമുക്ക് ഇനി ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. If A is equal to Aij, B an M by N matrix, then the matrix obtained by interchanging the rows and columns of A is called the transpose of A, and transpose of the matrix A is denoted by A dash or A transpose raised to T. In other words, if A is equal to Aij of order M by N, then A transpose is equal to Aji of N by M. എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ, അതൊരു എം ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റോസ് എം എൻ കോളംസ്. ഈ റോസിനെയും കോളംസിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വേറൊരു മെട്രിക്സ് ആക്കുന്നു. ആ മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? എ ട്രാൻസ്പോസ് എന്ന് വിളിക്കാം. ഒരു സാമ്പിൾ വെച്ച് നോക്കാം. എക്സാമ്പിൾ, A is equal to 3 5 root 3 1 0 minus 1 by 5. Then A transpose എന്തായിരിക്കും? ഇതൊരു 3/2 മെട്രിക്സ് ആണ് എ. എ ട്രാൻസ്പോസ് എന്താണ്? ഈ എത്ര റോസ് ഉണ്ടോ എത്ര കോളംസ് ഉണ്ടോ അതിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ 3 റോസും 2 കോളംസും ആയിരുന്നു ഇതിൽ. അപ്പം നമ്മുടെ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പം നമ്പർ ഓഫ് റോസ് 3 ആയിരുന്നു. ആ 3 കോളംസ് ആയിട്ട് മാറുന്നു. 3 കോളംസ് ആയി മാറുന്നു. 2 കോളംസ് ആയിരുന്നു എയിൽ, അത് 2 റോസ് ആയിട്ട് മാറുന്നു എ ട്രാൻസ്പോസിൽ. നോക്കിക്കേ, നമ്മൾ 3 root 3 0 എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് കോളം ഇവിടെ എന്തായിട്ട് മാറും? എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് റോ ആയിട്ട് മാറും. ഇനി 5 1 മൈനസ് 1 by 5 എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ സെക്കൻഡ് റോ ആയിട്ട് മാറും. ഇവിടുത്തെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആയിരുന്നത് ഇവിടെ സെക്കൻഡ് റോ ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെ ചേഞ്ച് ആവും? 2 റോസും 3 കോളംസും ആയിട്ട് മാറും. 2/3 മെട്രിക്സ് ആയിട്ട് മാറും. ഇതിനെയാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിസസ്. For any matrices A and B of suitable orders, we have A transpose
ദ ഹോൾ ട്രാൻസ്പോസ്, അതായത് എ ഡാഷ് ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ. അതായത് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എയുടെ നമ്പർ ഓഫ് റോസിനെയും നമ്പർ ഓഫ് കോളംസിനെയും ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ്. അതിനെ എഗെയിൻ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടും. അപ്പം പ്രോപ്പർട്ടി 2, കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ്. where k is any constant. A plus B the whole transpose is equal to A transpose plus B transpose. Fourth property, A into B the whole transpose, whole dash is equal to B dash into A dash. Symmetric and skew symmetric matrices. A square matrix A is equal to Aij is said to be symmetric if A transpose is equal to A. അപ്പം എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സ് എനെ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ നോക്കാം. എന്താണ് സിമെട്രിക് മെട്രിക്സ്? എ ട്രാൻസ്പോസ് എക്ക് ഈക്വൽ ആകണം. അപ്പോൾ ഒരു എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു √3 2 3 2 - 1.5 -1 3 - 1 1. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. എന്താണ് എ ട്രാൻസ്പോസ്? ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ഓഫ് എ, ദെൻ വി വിൽ ഗെറ്റ് എ ട്രാൻസ്പോസ്. അപ്പം എ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. √3 2 3 എന്ന് പറഞ്ഞ ഫസ്റ്റ് റോ ഇവിടെ ഫസ്റ്റ് കോളമായിട്ട് മാറും. അതേപോലെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പോൾ ഇത് നോക്കിയേ, അങ്ങനെ എ ട്രാൻസ്പോസ് കണ്ടു. എ ട്രാൻസ്പോസും എയും ഈക്വൽ ആണോ നോക്കിയേ. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ ഈക്വൽ. കണ്ടോ, 3 3 2 2. അങ്ങനെ എ ട്രാൻസ്പോസ് ഈക്വൽസ് എ. സോ ഇതിനെ എന്ത് വിളിക്കാം? ഈ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് വിളിക്കാം. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്? എ സ്ക്വയർ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു Aij is said to be skew symmetric matrix if A transpose is equal to -A, അതായത് നെഗറ്റീവ് എ. അപ്പം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -A എന്ന് വരുവാണെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സ് അങ്ങനെ കിട്ടുവാണെങ്കിൽ, -Aയും എ ട്രാൻസ്പോസും ഈക്വലായി വരുവാണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാം. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ. ഈ Ai ഈസ് ഈക്വൽ ടു 0, അതായത് ഈ പിന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ആ ഒരു കണ്ടീഷനും കൂടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലുണ്ട്. അപ്പം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. പിന്നെ അതിൻ്റെ, അതായത് ഒരു മെട്രിക്സ് എ എടുക്കുകയാണെങ്കിൽ ആ എയുടെ ഡയഗണൽ എലമെൻറ്റ്സ് 0യും അതിൻ്റെ എ ട്രാൻസ്പോസ് എടുക്കുമ്പം -Aയും ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, എ ട്രാൻസ്പോസും -Aയും ഈക്വലായി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. B is equal to 0EF -E 0G -F -G 0. ഇതിൻ്റെ ഫസ്റ്റ് ഇത് നോക്കിയേ, ഡയഗണൽ എലമെൻറ്റ്സ് 0 ഇനി ഈ ബിയുടെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ബിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? 0EF ഫസ്റ്റ് കോളമായിട്ട് മാറുന്നു. ഇതിലെ ഫസ്റ്റ് റോ ഇതിലെ ഫസ്റ്റ് കോളം, അങ്ങനെ ഇതിൻ്റെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ബി ട്രാൻസ്പോസ് എടുത്തു, ബിയുടെ ട്രാൻസ്പോസ് എടുത്തു, ഇങ്ങനെ കിട്ടി നമുക്ക്. ഇനി -B എടുത്തു നോക്കാം. ബി ട്രാൻസ്പോസും -Bയും ആണ് ഈക്വൽ എന്ന് പറഞ്ഞ് അപ്പോൾ -B എടുത്തു നോക്കാം. -B നെഗറ്റീവ് ഓഫ് ബി എടുക്കുമ്പോൾ എന്ത് വരും? ഇതിനെല്ലാം ഈ ബിയുടെ എലമെൻറ്റ്സിനെല്ലാം നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും? -B ഇങ്ങനെ കിട്ടും, 0 0 E -E then F -F then -E plus E then 0 G -G then -F F -G G then 0 0. അപ്പം നോക്കിക്കേ, ഈ -B നമുക്ക് കിട്ടി. ബി ട്രാൻസ്പോസുമായിട്ട് ഇത് ഈക്വൽ ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സ്ക്യൂ സിമെട്രിക് എന്ന് വിളിക്കാം. നോക്കിക്കേ, -Bയുടെയും ബി ട്രാൻസ്പോസിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണോ നോക്കിക്കേ. ഫസ്റ്റ് പൊസിഷൻ 0 0 -E -E -F -F
E 0 0 minus G minus G, F G 0 0. So minus B and B transpose is equal. So the matrix B is a skew symmetric matrix.